നിങ്ങൾ താരതമ്യം ചെയ്യരുത്. ഞാൻ നിർത്തുകയാണ്, സമയം അധികരിച്ചു എന്നറിയാം. ഒരു സ്വന്തം പെണ്ണിന് ഒരിക്കലും വേറൊരാളോട് താരതമ്യം ചെയ്യരുത്. അതെന്തിലായാലും, ഭക്ഷണമാണെങ്കിൽ പോലും. നബീലിന്റെ പുരേ പോയപ്പോൾ എൻ്റെ ഓളുണ്ടാക്കിയ ഒരു കൂട്ടാനുണ്ട്, എന്നാ പിന്നെ അടുത്ത പണക്കിന് ഓൾ നിങ്ങളോട് അറിയാം, പിന്നെ നബീലിന്റെ പുറത്ത് പോയി കൂടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പെണ്ണിനെ താരതമ്യം ചെയ്യരുത്. നമ്മൾ ഓക്ക് പടച്ചോൻ കൊടുത്തൊരു കൈപ്പുണ്യം ഭക്ഷണമുണ്ട്, അതിന് കുറ്റം പറയരുത്. ഉള്ളത് തിന്ന് ഇഷ്ടപ്പെട്ടില്ല റസൂലുള്ള പതുക്കെ എഴുന്നേറ്റ് അങ്ങ് പോകും. അള്ളാഹുവിന്റെ റസൂൽ പതുക്കെ എഴുന്നേറ്റ് പോകും. കാരണം ഒരിക്കലും ഒരു പെണ്ണ് തിന്നാതിരിക്കാൻ ഭക്ഷണം ഉണ്ടാക്കൂല. ഞാൻ പറയലുണ്ട്, ഞാൻ നിങ്ങളോടും പറയാം, എനിക്ക് അധികവും എന്റേതാണോ എന്നറിയാലേ, എവിടെ ചെന്നാലും ഭക്ഷണം കഴിക്കും. അതിന്റെ വീട്ടിൽ നിന്നല്ല, വേറെ എവിടെ ചെന്നാലും ചിലപ്പോൾ എനിക്ക് മുടി കിട്ടാറുണ്ട്. അറിഞ്ഞുകൊണ്ട് ഒരാൾ നമുക്ക് മുടിയിട്ട് ഭക്ഷണം തരൂലല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുക, ആകുമ്പോൾ ഇങ്ങനെ കോരുന്നതിന്റെ അടുക്ക് മുടി ഇങ്ങനെ തൂങ്ങി. അപ്പൊ ഞാൻ എന്താ ചിന്തിക്കുക, അറിയാണ്ട് വീണതായിരിക്കും. അല്ലാണ്ട് ഒരു ഭാര്യയും മൂപ്പർക്ക് ഒരു മുടി കിടക്കട്ടെ എന്ന് കരുതിയിടില്ല. മൊയ്യാരെന്ന് വരുന്നാലും മൂപ്പർ അധികം തന്നരുത്, ഒരു മുടി കിടക്കട്ടെ വെക്കൂല. ആ തിരിച്ചറിവാണ് കുടുംബം, ആ ബോധം മനസ്സിലാക്കലാണ് കുടുംബം. അതേ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. ഓളിൽ എന്ത് പോരായ്മ എന്നല്ല ചിന്തിക്കേണ്ടി, അവളെ കൊണ്ട് എനിക്ക് എന്ത് ഗുണം ഉണ്ടായി എന്ന് ചിന്തിക്കുക. അതൊരു നല്ല ഭർത്താവിന്റെ ലക്ഷണം. അഹ്സനുക്കും ലിനിസാഇക്കും, അവളെ ആദരിക്കണം, പരിഗണിക്കണം. കാരണം പ്രസവിച്ച പെണ്ണ ഈ ദുനിയാവിന്റെ ലോകത്തിന്റെ നിലനിൽപ്പ് പടച്ചോൻ കൊരുത്ത വയറാണത്. ഈ ഇരിക്കുന്ന ആണുങ്ങൾ മുഴുവനും ഈ ഇരിക്കുന്ന പല പെണ്ണുങ്ങളെയും വയറിലുണ്ടായതാ. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളെ വയറിലുണ്ടായതാ നമ്മളൊക്കെ എങ്കിൽ നമ്മളെ വയറ്റിൽ ഒരൊറ്റ പെണ്ണും ഇരുന്നവരില്ല കൂട്ടത്തിൽ. ഒരൊറ്റ പെണ്ണും നമ്മളെ വയറ്റിൽ കിടന്നിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണിനെ ആദരിക്കണം, പരിഗണിക്കണം ഏത് രംഗത്തും. പ്രിയപ്പെട്ടവരെ,